Dear students, Kerala Engineering Entrance Examile Dual Nature of Matter and Radiation എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ഡ്യുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയസ് ഉൾപ്പെടെ മിനിമം 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സ്റ്റുഡൻസ് ഓർക്കുക. അതിനനുസരിച്ച് കൃത്യതയോടെ ഈ 3 ചാപ്റ്ററിലും മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കുവാൻ ശ്രദ്ധിക്കുക. സോ നമുക്ക് 2020 ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Among the following photosensitive substances, the one which emits electrons when it is illuminated by visible light. ഉറപ്പായിട്ടും ഒരു ഇലക്ട്രോണിനെ സർഫസിൽ നിന്ന് നോക്കൗട്ട് ആക്കാൻ വേണ്ടതിനെയാണ് നമ്മുടെ വർക്ക് ഫങ്ഷൻ ആയിട്ട് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ വിസിബിൾ ലൈറ്റിലുള്ള എമൗണ്ട് ഓഫ് എനർജി എന്തെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ നോർമലി നമുക്കറിയാം 400 നാനോമീറ്റർ തുടങ്ങി 700 നാനോമീറ്റർ വരെയുള്ള ആ ഒരു വേവ് ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്കറിയാം കുറഞ്ഞ വേവ് ലെങ്തിന് കൂടുതൽ എനർജി ആയിരിക്കും. അപ്പോൾ എറൗണ്ട് 2.8 ഇലക്ട്രോൺ വോൾട്ട് തുടങ്ങി 1.8 ഇലക്ട്രോൺ വോൾട്ട് വരെ ഉള്ളതാണ് നമ്മളുടെ വിസിബിൾ ലൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓരോ മെറ്റീരിയലിനും ആർക്കാണ് ഇതിനുള്ളിലുള്ള വർക്ക് ഫങ്ഷൻ ഉള്ളതെന്ന് നമ്മൾ സെൻസ് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. നോക്കുക, മെഗ്നീഷ്യത്തിന് ഏതാണ്ട് 3.66 ഇലക്ട്രോൺ വോൾട്ടും സിങ്കിന് എറൗണ്ട് 3.6 തുടങ്ങി 4.9 വരെയും, സോഡിയത്തിന് 2.75ഉം കാഡ്മിയത്തിന് 4.08 ഇലക്ട്രോൺ വോൾട്ടും പ്ലാറ്റിനത്തിന് ദാറ്റ് ഈസ് 5.65 ഇലക്ട്രോൺ വോൾട്ടുമാണുള്ളത്. അത് വരുമ്പോൾ നമുക്ക് വ്യക്തതയോടെ ഉത്തരത്തിലേക്ക് എത്താം. സോഡിയമാണ് വിസിബിൾ ലൈറ്റിനെ ഇലുമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നത്. സോ വി can move with the question number 2. The de Broglie wavelength of matter wave associated with an object dropped from a height h when it reaches the ground is proportional to. നമുക്കറിയാം ലാംഡ എന്ന് പറയുന്നത് നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്തുമായി റിലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം h/p ആണ്. ആ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ ഒരു x ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി ഡ്രോപ്പ് ചെയ്താൽ ആ h ഡിസ്പ്ലേസ്മെന്റ് കാരണം ഗെയിൻ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു √2g into x ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലാംഡ എന്ന് പറയുന്നത് h ഡിവിഷൻ ബൈ m ഇൻറ്റു ദറ്റ് വെലോസിറ്റി എസ് ഇസ് ഈക്വൽ ടു √2gx. സോ നമുക്ക് ഉറപ്പിച്ച് പറയാമെന്നുള്ള ഒരു കൺസെപ്റ്റ് ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/√x ആയിട്ട്. So we get the answer as the second one. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അത് 2019 The work function of 3 photosensitive materials used to build photoelectric devices are given as sodium, അതിന്റെ work function as 2.75, copper 4.65, gold 5.1 electron volt. Which of the following statement is correct? The frequency of visible light lies in the range 4 into 10 to the power of 14 to 8 into 10 to the power of 14 hertz. A choice പറയുന്നത് devices built by copper and gold can operate with visible light. The devices built using sodium can operate with ultraviolet light. All the devices can operate with the infrared, visible. No devices can operate. നമുക്കറിയാം നമ്മുടെ വിസിബിൾ ലൈറ്റിന്റെ എനർജി വ്യത്യാസം എന്ന് പറയുന്നത് 2.8 ഇലക്ട്രോൺ വോൾട്ട് ടു 1.8 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഡിഫറൻസ് എന്ന് നമുക്കറിയാം.
അപ്പോൾ അതിനുള്ളിൽ വരുന്ന ഒരു കേസാണ് നമ്മുടെ സോഡിയം. അതുകൊണ്ട് തന്നെ സോഡിയം അൾട്രാവയലറ്റുമായിട്ട് നമ്മളുടെ സ്വാഭാവികപരമായിട്ടും വിസിബിൾ ലൈറ്റുമായിട്ട് അൾട്രാവയലറ്റിന്റെ എനർജി എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റിനേക്കാൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബി നമുക്ക് ആൻസർ ആയിട്ട് പറയാം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. നാലാമത്തെ നമുക്ക് ക്വസ്റ്റ്യൻ. ടു പാർട്ടിക്കിൾസ് എ ആൻഡ് ബി ഓഫ് സെയിം മാസ് have their total energies EA and EB in the ratio. Their potential energies UA and UB. If lambda A and lambda B are their de Broglie wavelength, then lambda A by lambda B. നമുക്കറിയാവുന്ന കൺസെപ്റ്റ് ലാംഡ എന്ന് പറയുന്നത് എച്ച് ഡിവിഷൻ ബൈ മൊമെന്റമാണ്. വീണ്ടും കൈനറ്റിക് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവിഷൻ ബൈ 2m. സോ പി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി ആയിട്ട് നമുക്ക് പറയാം. സോ ലാംഡ ഈക്വൽ ടു എച്ച് ഡിവിഷൻ ബൈ റൂട്ട് ഓഫ് ദാറ്റ് ഈസ് 2m ഇൻറ്റു കെ. സോ നമുക്കിതിൻ്റെ റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലാംഡ എ ഡിവിഷൻ ബൈ ലാംഡ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് നമുക്ക് കെ ബി ബൈ കെ ഇ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കെ ബി ബൈ കെ എ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ടോട്ടൽ എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൺസെപ്റ്റാണ്. നമുക്കറിയാം ഒരു ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സ്വാഭാവികപരമായിട്ടും പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി. നമുക്ക് വേണ്ടത് കെയുടെ ബി ആണ് വാല്യൂ എങ്കിൽ അത് ഇ ബി മൈനസ് യു ബി ആയിരിക്കും. അതേപോലെ കെ എ ആണെങ്കിൽ നമുക്കറിയാം അത് ഇ എ മൈനസ് യു എ ആയിരിക്കും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അവയുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇ എ ബൈ ഇ ബി. ടോട്ടൽ എനർജിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ ഇ ബി എന്ന് പറയുന്നതിന് നമുക്കിപ്പോൾ ഇതിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. സോ കെ ബി ബൈ കെ എ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ബി മൈനസ് യു ബി ബൈ ഇ എ മൈനസ് യു എ എന്ന് നമുക്ക് എഴുതാം. എന്താണ് ഇ ബി? ഇ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 ടൈംസ് ഓഫ് ഇ എ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം എന്താണ് യു ബി? നമുക്ക് തന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റ് യു എ ബൈ യു ബി എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ യു ബിക്ക് പകരമായിട്ട് 2 ടൈംസ് ഓഫ് യു എ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. സോ ഡിനോമിനേറ്ററിനെ നമ്മൾ അതേപടി എഴുതുകയാണെങ്കിൽ നമുക്ക് 2 കോമൺ ആയിട്ട് എടുത്താൽ കെ ബി ബൈ കെ എന്ന് പറയുന്നത് 2 ആയിട്ട് കിട്ടത്തില്ലേ? സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് √2:1. സോ ഡി എസ് ദി ആൻസർ. വളരെ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 5. ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് സർട്ടൺ റേഡിയേഷൻ ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ falls in a metal surface having work function 2 electron volt. The maximum kinetic energy of the photoelectrons is Planck's constant. ഇലക്ട്രോണിക് ചാർജ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസിയെ കുറിച്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ മാക്സിമം ഫ്രീക്വൻസി വരുന്ന കോൺട്രിബ്യൂഷൻ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് 4/10⁻15 ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും 2 ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 4π × 10⁻5. സോ നമുക്ക് 2π ക്യാൻസൽ ആക്കിയാൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 × 10⁻15 ഹെർട്സ് എന്നാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്കറിയാം എച്ച് ന്യൂ, അത് ഇൻ ജൂൾ ആയിരിക്കും. ഇലക്ട്രോൺ വോൾട്ടിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. എച്ചിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 6.63 × 10⁻−34 ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് വി ഗെറ്റ് 2 × 10⁻15. ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് ഇലക്ട്രോണിക് ചാർജ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1.6 × 10⁻−19. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് 8.28 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ഓഫ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വന്നു വീഴുന്നതിൻ്റെ എനർജി ആണെങ്കിൽ
it must be equal to the kinetic energy plus work function ആയിട്ടാണ് നമ്മൾ എഴുതുക. അങ്ങനെയാണെങ്കിൽ kinetic energy എന്ന് പറയുന്നത് that energy minus work function ആയിട്ട് നമുക്ക് പറയാം. That is 8.28, നമുക്കതിനെ 8.3 ആയിട്ട് എടുക്കാം, minus that work function it is given as a 2, so we get the value as a 6.3 electron volt. So D is the choice. So we can move with the sixth question. The de Broglie wavelength lambda n of the electron in the nth orbit of hydrogen atom is, നമുക്കറിയാം de Broglie ഹൈപ്പോത്തസിസ് പ്രകാരം 2 rn എന്ന് പറയുന്നത് n ലാംഡ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/n ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് മീൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n. 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 7th one. Einstein was awarded the Nobel Prize for his work on photoelectric effect. 8th question. An electron, a neutron and an alpha particle have same kinetic energy and their de Broglie wavelength are lambda e, lambda n, lambda alpha. Which statement is correct about the de Broglie wavelength? ഇവിടെ സെയിം കൈനറ്റിക് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ചോദ്യമായിട്ട് വന്നിരിക്കുക. അപ്പോൾ നമുക്കറിയാം ലാംഡ എന്ന് പറയുന്നത് h/p ആണെന്നും നമുക്ക് മൊമെന്റം എന്ന് പറയുന്നത് ദാറ്റ് √2m കൈനറ്റിക് എനർജി ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഉറപ്പിച്ചു ലാംഡ എന്ന് പറയുന്നത് സെയിം കൈനറ്റിക് എനർജി ആയതുകൊണ്ട് 1/√, മാസ് ആയിട്ട് നമുക്ക് പറയാം. എങ്കിൽ ആ 3 പാർട്ടിക്കിളിൻ്റെയും വേവ് ലെങ്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അവയുടെ ഇൻവേഴ്സ്ലി മാസ് ഓഫ് ദമ്മുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് നമ്മുടെ ഇക്വേഷൻ നമ്മളോട് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് വൺ. എങ്കിൽ ഓരോന്നിൻ്റെയും നമ്മുടെ മാസ് കൃത്യതയോടെ നമ്മൾ പരിഗണിച്ചാൽ നമുക്കറിയാം മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ mass of neutron, that is must be greater than mass of that electron. ആ മാസ് കൂടുതലാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാംഡ കുറയുമെന്ന് നമുക്കറിയാം. സോ ലാംഡ ആൽഫ ഈസ് ലെസ് ദാൻ ലാംഡ n ഈസ് ലെസ് ദാൻ ലാംഡ e. ദാറ്റ് മീൻസ് we get the choice as A as the answer. So we can move to the next question. Number 9. It takes 4.6 electron volt to remove one of the least tightly bound electrons from a metal surface. When monochromatic photons strike the metal surface, electrons having kinetic energy from 0 to 2.2 electron volt are ejected. What is the energy of the incident photons? മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കുമ്പോൾ 2.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ അതിൽ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 4. ദാറ്റ് ഈസ് വർക്ക് ഫങ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 4.6 ഇലക്ട്രോൺ വോൾട്ട്. സോ അങ്ങനെയാണെങ്കിൽ ദ എനർജി ഓഫ് ദ ഇൻസിഡന്റ് ഫോട്ടോൺ വി നോ ദ റിലേഷൻ h nu എന്ന് പറയുന്നത് ഏതിനൊക്കെ ആയിട്ടാണ് സാധാരണ യൂസ് ചെയ്യുന്നത്? കൈനറ്റിക് എനർജിക്കും അതോടൊപ്പം വർക്ക് ഫങ്ഷനും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.2 പ്ലസ് 4.6, ദാറ്റ് ഈസ് ഈക്വൽ ടു 6.8 ഇലക്ട്രോൺ വോൾട്ട്. സോ വി ഗെറ്റ് ദ ചോയ്സസ് C. We can move with the question number 10. If the work functions of the 3 photosensitive materials are 1, 2 and 3 electron volts respectively, the ratio of the respective frequencies of light that produce photoelectrons of maximum kinetic energy of 1 electron volt from each of them is. So here നമുക്കറിയാവുന്ന കേസ് കൈനറ്റിക് എനർജി എല്ലാത്തിനും ഈക്വൽ ആയിട്ടാണ് നമ്മളോട് പറയാം. അപ്പോൾ വന്ന് വീഴുന്ന റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എഴുതാം h nu എന്ന് പറയുന്നത് അവിടുത്തെ കൈനറ്റിക് എനർജി പ്ലസ് വർക്ക് ഫങ്ഷൻ ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എല്ലാത്തിലും കൈനറ്റിക് എനർജി സെയിം ആണ് അല്ലേ? യെസ്. എന്നിട്ട് അതിൻ്റെ വർക്ക് ഫങ്ഷൻ കൈനറ്റിക് എനർജി നമുക്ക് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ആദ്യത്തതിൻ്റെ നമ്മുടെ വർക്ക് ഫങ്ഷൻ 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമുക്കപ്പോൾ അത് 2 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് പറയാം. രണ്ടാമത്തെ കേസ്
എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്, വൺ ഫംഗ്ഷൻ 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ നമുക്കതിനെ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് നമ്മുടെ വന്നു വീഴുന്ന ഇൻസിഡൻറ്റിൻ്റെ എനർജി ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കേസിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്, വൺ ഫംഗ്ഷൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ 4 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവയുടെ മൂന്നിൻ്റെയും റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കണ്ടുപിടിക്കേണ്ടത് റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ് ആണ്. സോ ν1 ഇൻറ്റു ν2 ഇൻറ്റു ν3 എന്ന് പറയുന്നത് 2:3:4 ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് ദ ആൻസർ ആസ് ദി ബി ചോയ്സ്. So we can move with question number 11. The maximum velocities of the photoelectrons ejected are ν and 2ν for the incident light of wavelength 400 nanometer and 250 nanometer on a metal surface respectively. The work function of the metal in terms of Planck's constant age and velocity of light c is. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം കൈനറ്റിക് എനർജി മാക്സിമം വെലോസിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, വിയും 2v ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ നമുക്ക് ഹാഫ് v² ആണ് അവൻ്റെ കൈനറ്റിക് എനർജി എങ്കിൽ അവിടെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. സോ നമുക്ക് സിമ്പിളായിട്ട് നമുക്കറിയാം ദാറ്റ് വന്ന് വീഴുന്നതിൻ്റെ എനർജി എന്ന് പറയുന്നത് hν ആണ് അല്ലേ, അല്ലെങ്കിൽ hc/λ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 400 നാനോമീറ്റർ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. ദാറ്റ് മൈനസ് ദ വർക്ക് ഫംഗ്ഷൻ ആണ് അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് നമുക്ക് എങ്ങനെ എഴുതാം, ഹാഫ് m ഇൻറ്റു അവൻ്റെ വെലോസിറ്റി 2v ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. അവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 250 നാനോമീറ്ററും മൈനസ് w0. നമുക്ക് മുന്നോട്ട് പോക്ക് എളുപ്പമായി ഇത് ആക്കാൻ വേണ്ടി hc ഡിവിഷൻ ബൈ ഇവിടെ നാനോയും ഈ 100ഉം കൂടെ ചേരുമ്പോൾ 10⁻⁻7 ആണ് അല്ലേ. തൽക്കാലത്തേക്ക് അതിനെ എക്സ് ആയിട്ട് എടുത്താൽ ഈ രണ്ട് റിലേഷനും തമ്മിലൊന്ന് റേഷ്യോ എടുത്തേ, ഇവിടെ 2² 4 ആയിട്ട് മാറും അല്ലേ. സോ 1/4 എന്ന് പറയുന്നത് x/4 മൈനസ് w0 ബൈ ഇവിടെ തന്നിരിക്കുന്ന 250 നാനോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ എടുത്ത മാതിരി തന്നെ എടുത്താൽ അത് x/2.5 ആയിട്ട് നമുക്ക് എടുക്കാം w0. ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് x/2.5 മൈനസ് w0 ഈക്വൽ ടു യെസ്. അപ്പം ഈ 4 അങ്ങോട്ട് കയറുമ്പോൾ ഈ 4 ക്യാൻസൽ ആവും. സോ x മൈനസ് 4w0. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് w0യുടെ വാല്യൂ നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു by putting the value of x also we get the value 2hc into 10⁻⁶. That means B is the choice. സോ നമ്മുടെ ചോയ്സ് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് സൊല്യൂഷൻ ചെയ്യാൻ പാടുള്ളൂ, കാരണം അതിനുള്ളിൽ hc മാതിരിയുള്ള വാല്യൂസ് ഉള്ളതുകൊണ്ട്. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 12. An electron of mass me and a proton of mass mp are accelerated through the same potential. Then the ratio of their de Broglie wavelength is. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യലുമായിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് h/p ആയിട്ട് നമുക്ക് എഴുതാം. പക്ഷേ നമ്മുടെ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ കൈനറ്റിക് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പോൾ Q ചാർജുള്ള V പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് വിട്ടാൽ അവൻ അക്വയർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് QV ആയിട്ട് നമുക്കറിയാം. സോ നമുക്കതിനെ കൈനറ്റിക് എനർജിക്ക് പകരമായിട്ട് നമുക്ക് QV ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സെയിം പൊട്ടൻഷ്യലിലാണ് അവനെ ആക്സലറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലാംഡ ആർക്കൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയാം, ദാറ്റ് ഈസ് √m × Q. അപ്പോൾ രണ്ട് കേസസ് ആയിട്ട് നമുക്ക് പറയുമ്പോൾ ലാംഡ ഈ ഡിവിഷൻ ബൈ ലാംഡ പ്രോട്ടോൺ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു ചാർജ് ഓഫ് പ്രോട്ടോൺ ബൈ റൂട്ട് ഓഫ് മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചാർജ് ഓഫ് ഇലക്ട്രോണും പ്രോട്ടോണും സെയിം ആണല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് ആൻസർ പറയാം മാസ് ഓഫ് പ്രോട്ടോൺ ബൈ മാസ് ഓഫ് യു വിത്ത് റൂട്ട്
and hence we get that choice as E. So we can move with the next one, number 13. If the frequency of incident light is falling on a photosensitive metal is doubled, the kinetic energy of the emitted photoelectron is. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് എടുത്താൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അവിടുത്തെ ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ വി ക്യാൻ സേ എച്ച് ന്യൂ മൈനസ് W0. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ പറയുന്നത് ഫ്രീക്വൻസി ഡബിൾ ആകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എച്ച് ന്യൂ കൈനറ്റിക് എനർജി ഡാഷ് എന്തായിട്ട് എടുക്കാം? എച്ച് ഇൻറ്റു 2 ന്യൂ മൈനസ് W0. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ദെയർ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ നമുക്ക് തന്നിരിക്കുന്നത് ചോയ്സസ് ആയിട്ട് അൺചേഞ്ച്ഡ് ആണ്, ഹാവ്ഡ് ആണ്, ഡബിൾഡ് ആണ്, അത് അത്തരത്തിലാണ്. നമുക്കിതിനെ ഒന്ന് ഈ ഒരു ടേമിലേക്ക് എഴുതാൻ പറ്റുമോ നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2h ന്യൂ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുക. നമുക്ക് ഒരു പ്രോപ്പർ വേയിലേക്ക് കിട്ടാൻ വേണ്ടി ഒരു W0യും ഒരു മൈനസ് W0യും കൂടെ ആഡ് ചെയ്തു. അപ്പം വാല്യൂസിന് അൺചേഞ്ച്ഡ് ആണ് അല്ലേ. പക്ഷേ ഈ രണ്ടെണ്ണവും കൂടെ നമുക്ക് അതിനെ -2 ആക്കി എടുത്താൽ എച്ച് ന്യൂ -2 W0 പ്ലസ് W0 ആക്കാം. അവിടെ നിന്ന് നമുക്ക് 2 അങ്ങോട്ട് കോമൺ ആയിട്ട് എടുത്താൽ അത് എച്ച് ന്യൂ മൈനസ് W0 ആയിട്ട് നമുക്ക് പറ്റും. പക്ഷേ എച്ച് ന്യൂ മൈനസ് W0 എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ആ കൈനറ്റിക് എനർജിയുടെ ഡബിൾ ആണ് ഈ വാല്യൂ ഇൻ അഡീഷൻ ടു ദാറ്റ് W0. അപ്പോൾ ടോയ്സിനേക്കാൾ കൂടുതലായിട്ട് അത് മാറുന്നു എന്നല്ലേ അർത്ഥം. വി ക്യാൻ സേ ഡി എസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 14. The de Broglie wavelength and kinetic energy of a particle is 2000 Armstrong and 1 electron volt respectively. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് എന്ന് പറയുന്നത് 2000 ആംസ്ട്രോങ്ങും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ടുമാണ്. ഇഫ് ദ കൈനറ്റിക് എനർജി ബിക്കംസ് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ്ലെങ്ത് എത്രയെന്നാണ് ചോദ്യം. നമുക്കറിയാം ലാംഡ എന്ന് പറയുന്നത് h ഡിവിഷൻ ബൈ m ഇൻറ്റു v ആണ്. അത് മൊമെന്റം ആണെന്ന് നമുക്കറിയാം. അത് എനർജിയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ അത് 2m ഇൻറ്റു e ആണെന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് ലാംഡ എന്ന് പറയുന്നത് 1/√ കൈനറ്റിക് എനർജിയുമായിട്ട് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ രണ്ട് കേസസ് ആയിട്ട് നമ്മൾ എടുത്താൽ λ2 ബൈ λ1 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി 1 ഡിവിഷൻ ബൈ കൈനറ്റിക് എനർജി 2 ആണ്. സ്വാഭാവികപരമായിട്ടും നമുക്ക് λ2ലേക്ക് വരുന്നത് λ1 ഇൻറ്റു റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി 1 ഡിവിഷൻ ബൈ കൈനറ്റിക് എനർജി ഓഫ് 2. λ1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് 2000 ആംസ്ട്രോങ് ദാറ്റ് മച്ച് ഇൻറ്റു റൂട്ട് ഓഫ് ദ കൈനറ്റിക് എനർജി ഫസ്റ്റ് എന്ന് പറയുന്നത് 1 ഇലക്ട്രോണും രണ്ടാമത് പറയുന്നത് 1 മെഗ ആയതുകൊണ്ട് 10⁶ ഇലക്ട്രോൺ വോൾട്ടുമാണ്. സോ അവിടെ നിന്ന് ഈ 10 ക്യൂബ് പുറത്തേക്ക് വരുന്നു. സോ അത് അതുമായിട്ട് ക്യാൻസൽ ചെയ്തു പോകുന്നു. വി ഗെറ്റ് ദ ആൻസർ ആസ് 2 ആംസ്ട്രോങ്. ദാറ്റ് മീൻസ് എ ആസ് ദി ചോയ്സ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമ്പർ 15. The work functions of the two metals are 2.75 electron volt and 2 electron volt respectively. If these are irradiated by a photons of energy 3 electron volt, the ratio of maximum momentum of the photoelectrons emitted respectively by them is. So അവിടെ നമുക്ക് കൈനറ്റിക് എനർജി എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് ആദ്യം എത്തിയാൽ ഹാഫ് EM(V1)² എന്ന് പറയുന്നത് നമുക്കറിയാം 3 ഇലക്ട്രോൺ വോൾട്ട്, അത് വന്നു വീഴുന്ന എനർജിയാണ്. ആദ്യത്തതിൻ്റെ നമ്മുടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2.75 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അവൻ്റെ മൊമെന്റവുമായിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ P1² ഡിവിഷൻ ബൈ 2m ആണ്. അത് നമുക്ക് കിട്ടി 0.25 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്ത് പറയാം? അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ്ങിലി 3 ഇലക്ട്രോൺ വോൾട്ട് മൈനസ് 2 ആയിട്ട് മാറുന്നു. ദാറ്റ് മീൻസ് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എങ്കിൽ ഇവരുടെ തമ്മിലുള്ള റേഷ്യോ നമുക്ക് എങ്ങനെ എടുക്കാം? 2m ഉം 2m ഉം ക്യാൻസൽ ആയിട്ട് പോവുകയാണ്. സോ P1² ഡിവിഷൻ ബൈ P2² എന്ന് പറയുന്നത് 0.25 ആയിട്ട് കിട്ടി. ദാറ്റ് മീൻസ് P1 ബൈ P2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 0.25 ബൈ 1 ആയിട്ട് മാറി. That is equal to 1/4 root ആകുമ്പോൾ it becomes 1/2. That means we get the answer as a choice. We can move with the question number 16.
the maximum kinetic energy of a photoelectrons is. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഐൻസ്റ്റീൻസ് റിലേഷൻ പ്രകാരം നമ്മൾ വന്നു വീഴുന്ന റേഡിയേഷന്റെ എനർജി മൈനസ് ദാറ്റ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വന്നു വീഴുന്ന വേവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. So we can easily say D as the answer for the 16th question. We can move with the question number 17. Alpha particle, proton and electron move with the same momentum when their respective de Broglie wavelength lambda alpha, lambda p, lambda e are related. നമുക്കറിയാം that de Broglie wavelength എന്ന് പറയുന്നത് h/p ആണ്. മൂന്നിനും ഒരേ p ആണ്. h is a constant. That means lambda alpha-യും lambda p-യും equal ആണ് എന്നുള്ള കൺസെപ്റ്റ്. That means A as the choice. We can move with the question number 18. ഇവിടെ 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. E/m of electron is 1.76 into 10 to the power of 11. The stopping potential is 0.71 volt. Then the maximum velocity of the photoelectrons is. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്ക് എടുക്കാം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ എന്ന് പറയുന്നത് ഇ ഇൻറ്റു വി സീറോ ആണ്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2E/m ഇൻറ്റു വി സീറോ. സോ ദ വെലോസിറ്റി ബിക്കം റൂട്ട് ഓഫ് 2 ഇൻറ്റു E/m ഇൻറ്റു വി സീറോ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു E/m എന്ന് പറയുന്നത് 1.76 ഇൻറ്റു 10 to the power of 11 ഇൻറ്റു that V0 become it is equal to 0.71. That is equal to root of 2.499 into 10 to the power of 11. That is equal to 499.9 kilometer per second. Roughly we can say 500 kilometer per second. Dear students, the dual natural എന്ന് നമുക്ക് ഓരോ വർഷവും മിനിമം 2 ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ അതിൻ്റെ എല്ലാ കോൺസെപ്റ്റ്സും ബേസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.